ഈ വചനം ശ്രവിക്കുകയും ഏറെ ഉത്സാഹത്തോടെ കേൾക്കുകയും ചെയ്തു. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം ആത്മാവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്, ജോയൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ ജോയൽ പുസ്തകത്തിൽ 2-ാം അധ്യായം 28-29 വചനങ്ങൾ ഇങ്ങനെ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ സമയം ഇത്രയും നേരം ഈ വചനത്തിൻ്റെ അഭിഷേകമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ വചനങ്ങളിൽ പറയുന്നത് പോലെ വൃദ്ധന്മാരുടെയും യുവാക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും എല്ലാം കർത്താവിൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന വചനം ശരിക്കും അഭിഷേകം ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ന് പ്രസംഗിച്ച ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വചനം, ജീവസുറ്റ വചനം, കരുത്തുന്നതും കൃത്യതയുമാർന്ന വചനം. ഇന്ന് ഈ സഹോദരിമാരും യുവക്കഞ്ചനും എല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ദൈവമാരെന്നും ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമുള്ളതാണെന്നും അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരം വർത്തിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് വചനം പ്രസംഗിച്ചു തന്ന് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചു തന്ന ആ നല്ല തമ്പുരാന് നന്ദി പറയുന്നു. അത് നിങ്ങൾക്ക് വിവരിച്ചു തന്ന ഓരോ സഹോദരിമാരെയും പേരുപേരായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ദൈവമേ, കൊച്ചു സഹോദരിയായ അനേസനെ പ്രത്യേകം സ്മരിക്കുന്നു. കാരണം ഇന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം അവളിൽ കൂടുതലായിട്ട് പ്രസരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവളത് കാണാൻ കഴിഞ്ഞു. അവൾ എത്ര മനോഹരമായി പരിശുദ്ധാത്മാവ് അവളെ നയിച്ചു എന്ന് നിങ്ങളേവരും കേട്ടതാണല്ലോ. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ആത്മീയമായി നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാക്കഞ്ചാറിനെ പ്രത്യേകമായി നന്ദി പറയുന്നു. മറ്റു സഹോദരിമാരെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടും അവർക്ക് ഏറെ നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,